അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th സെമസ്റ്ററിലെ ബിൽഡിംഗ് മെയിൻ്റനൻസ് ആൻഡ് സർവീസസിലെ 3rd മോഡ്യൂളാണ്. നമ്മളിതിൻ്റെ റിവിഷൻ ഒരു വട്ടം പറഞ്ഞതാണ്, എങ്കിൽ കൂടി അന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയില്ല. അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. ലാസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തത് ഡിഫക്ട്സ് ഇൻ ഫൗണ്ടേഷൻ, ഡിഫക്ട്സ് ഇൻ മേസണറി, പെയിൻറ്റിങ്, ഫ്ലോറിംഗ്, കോൺക്രീറ്റ്, ഡിഫക്ട്സ് ഇൻ ടിമ്പർ ഓർ വുഡ്, ഈ കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിൽഡിംഗ് സർവീസസിൽ വരുന്ന ഡിഫക്ട്സിനെ കുറിച്ചാണ് ഈ ഒരു മോഡ്യൂളിൽ വരുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഡിഫക്ട്സ് ഇൻ സ്റ്റെയർ കേസ്, ഡിഫക്റ്റ് ഇൻ വാട്ടർ സപ്ലൈ സിസ്റ്റം, ഡിഫക്ട്സ് ഇൻ സീവേജ് ആൻഡ് സള്ളേജ് സിസ്റ്റം, ഡിഫക്ട്സ് ഇൻ ഡ്രൈനേജ് സിസ്റ്റം, ഡിഫക്റ്റ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. ഈ ഒരു 5 സിസ്റ്റത്തിൽ വരുന്ന ഡിഫറെൻ്റ് ഡിഫക്ട്സിനെ കുറിച്ചാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ബിൽഡിംഗ് സർവീസസിനെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു അല്ലേ. നെക്സ്റ്റ് ഓരോ സർവീസസിലും വരുന്ന മേജർ ഡിഫക്ട്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിഫക്റ്റ് ഇൻ സ്റ്റെയർ കേസ്, ഡിഫക്ട്സ് ഇൻ സ്റ്റെയർ കേസസ്. അതിൽ വരുന്ന കുറച്ച് മെയിൻ ഡിഫക്ട്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് പ്രോപ്പർ ഹാൻഡ് റെയിൽസ്. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹാൻഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? അവിടെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. ചില കേസസിൽ എന്താണ്, ഓപ്പൺ സ്റ്റെയർ വേസ് കൊടുക്കാറുണ്ട്, അതായത് ഹാൻഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്യാതെ തന്നെ സ്റ്റെയർ കേസ് കൊടുക്കാറുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മെയിനായിട്ട് 3 or more റൈസേഴ്സ് വരുന്നവിടത്ത് ഹാൻഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. കാരണം ഒരു പ്രോപ്പർ പാസേജിന് അല്ലെങ്കിൽ ഈസി പാസേജിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ്, ഡയമീറ്ററൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡയമീറ്റർ ഫോളോ ചെയ്തിട്ട് വേണം ഹാൻഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ. നെക്സ്റ്റ് ഓപ്പൺ സ്റ്റെയർ വേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെയർ വേസ് കൊടുക്കുമ്പോൾ 2 സൈഡും എൻക്ലോസ് ചെയ്തിരിക്കണം, എന്നാലേ നമുക്കൊരു ഹസാഡസ് അല്ലാത്ത രീതിയിലുള്ള ഒരു പാസേജ് പോസിബിൾ ആവുള്ളൂ അല്ലേ. നേരെ മറിച്ച് ഒരു സൈഡ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ എന്താ പ്രശ്നം? അവിടെ ഈ സ്മോൾ ചിൽഡ്രൻസിൻ്റെയൊക്കെ ആക്സിഡൻസിന് കാരണമാവും. അത് ഒഴിവാക്കണം. അപ്പോൾ ഓപ്പൺ സ്റ്റെയർ വേസ് എന്ന് പറയുന്നത് ഒരു മെയിൻ ഡിഫക്റ്റ് എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് വൺ ഈസ് ബാലസ്റ്റർ സ്പേസിങ്. ബാലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ മെമ്പറാണ്, സ്റ്റെയറിൽ വരുന്ന ഒരു വെർട്ടിക്കൽ മെമ്പറാണ് ബാലസ്റ്റേഴ്സ്. ബാലസ്റ്റേഴ്സ് റെയിൽസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കേസിൽ ഇതെങ്ങനെ ഡിഫക്റ്റ് ആയിട്ട് മാറുന്നതെന്ന് നോക്കാം. നമുക്ക് ബാലസ്റ്ററിൻ്റെ സ്പേസിങ് 4 ഇഞ്ചസിലും കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ അവിടെ എന്താണ്, ചെറിയ ചിൽഡ്രൻസൊക്കെ അതുവഴി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് മാക്സിമം സ്പേസിംഗ് എന്ന് പറയുന്നത് 4 ഇഞ്ചസ് ആണ്. ആ ഒരു രീതിയിലുള്ള സ്പേസിംഗ് തന്നെ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് അൺഈവൻ ത്രെഡ്സ്. ത്രെഡ് ഈസ് ദ മെയിൻ കമ്പോണൻ്റ് ഓഫ് എ സ്റ്റെയർ. സോ ഇവിടെ നമ്മളൊരു യൂണിഫോം ആയിട്ടുള്ള ത്രെഡ് സൈസ് അല്ല പ്രൊവൈഡ് ചെയ്തിട്ടുള്ളെങ്കിൽ ഇറ്റ് ക്രിയേറ്റ് എ ഡിസ്റ്റർബൻസ് ടു പാസേജിങ് ടു വൺ ലെവൽ ടു അനദർ ലെവൽ. നമുക്കൊരു ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാവും അല്ലേ. ഒരു ത്രെഡ് സൈസ് ഒന്നും പ്രോപ്പറായിട്ടല്ല നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ നമുക്കൊരു ആക്സസിന്, ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്കുള്ള ആക്സസിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. നെക്സ്റ്റ് വൺ ഈസ് ഷാലോ സ്റ്റെയർസ്. ഷാലോ സ്റ്റെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ വീടുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെയർ കേസ് ഷാലോ ഡെപ്തിലായിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ത്രെഡ് സൈസ് ഷാലോ ഡെപ്തിലായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇത് ട്രിപ്പിംഗ് ഹസാർഡ്സിന് കാരണമാകും. ട്രിപ്പിംഗ് ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇറഗുലാരിറ്റി, അതിന് കാരണമാകും. അല്ലെങ്കിൽ എന്താണ്, തെന്നി വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കോഷൻസ് എടുക്കണം. ടിൽറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അൺഈവൻലി സെറ്റിൽമെൻറ്റ് നടക്കുക. അതായത് ഒരു ഡിഫ്ലക്ഷനൊക്കെ നടന്ന് നമുക്കെന്താണ്
അതൊരു ഹാംഫുള്ളായിട്ട് മാറും. അത് ട്രിപ്പ് ഹസാർഡ്സിന് കാരണമാവും. ദ ലാസ്റ്റ് വൺ ഈസ് സ്ലിപ്പറി ത്രെഡ്സ്. ഒരു നോൺ സ്കിഡ് സർഫസ് ഫിനിഷ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാവലിംഗ് നടക്കുകയുള്ളൂ. സോ നമ്മൾ സ്കിഡ് ആവാത്ത രീതിയിൽ കാർപ്പറ്റ്സിനെയൊക്കെ ത്രെഡിൽ പ്രൊവൈഡ് ചെയ്താണ് ഈ ഒരു സ്ലിപ്പറി ആക്ഷനെ അവോയ്ഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന സർവീസസിൽ വരുന്ന ഡിഫക്ട്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുന്നേ വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ സപ്ലൈ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് കളക്ഷൻ, ട്രാൻസ്മിഷൻ, ട്രീറ്റ്മെൻറ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഫ്രം ഹോംസ്, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇൻഡസ്ട്രി ആൻഡ് ഇറിഗേഷൻ, ആസ് വെൽ ആസ് ഫയർ ഫൈറ്റിംഗ് ആൻഡ് സ്ട്രീറ്റ് ഫ്ലഷിംഗ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വാട്ടർ സപ്ലൈ സിസ്റ്റം കൊണ്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കളക്ഷൻ നടക്കുന്നുണ്ട്, ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നുണ്ട്, സ്റ്റോറേജിങ് നടക്കുന്നുണ്ട്, ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. നമുക്ക് വീടുകളിലേക്കും കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്കും ഇൻഡസ്ട്രീസിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ വാട്ടറിനെ. അപ്പോൾ ഇതിനൊക്കെ മെയിൻ ഫിക്സ്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടർ സപ്ലൈ സിസ്റ്റം ഫിക്സ്ചേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോസിബിൾ ആക്കുന്നത്. ഇവിടെ കുറച്ച് ഡിഫക്ട്സ് വരുന്നുണ്ട്. വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ വരുന്ന ഡിഫക്ട്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഡിഫക്ട്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. റസ്റ്റിംഗ് ഓഫ് പൈപ്സ്, ലീക്കേജ് ഇൻ പൈപ്സ്, ക്രാക്സ് ഓൺ പൈപ്സ്, ബ്ലോക്കേജ് ഓഫ് വാട്ടർ സപ്ലൈ ലൈൻസ്, സ്റ്റോപ്പേജ് ഓഫ് വാട്ടർ സപ്ലൈ ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് വാട്ടർ പ്രഷർ, കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ, ഇൻസഫിഷ്യൻറ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഇത്രയും ഡിഫക്ട്സ് ആണ് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ്, വാട്ടർ സപ്ലൈ സിസ്റ്റത്തിലെ ഡിഫക്ട്സിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. റെഗുലർ ഇൻസ്പെക്ഷൻ ഫോർ ദി സൈൻ ഓഫ് കറക്ഷൻ ആൻഡ് ലീക്കേജ്. നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. നമ്മളെ പൈപ്പിംഗ് സിസ്റ്റത്തിലൊക്കെ ഒരു റെഗുലർ ഇൻസ്പെക്ഷൻ നടത്തുക. എവിടെയെങ്കിലും ലീക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പ്രോപ്പറായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യുക. ചേഞ്ച് ഓൾഡ് പൈപ്സ് വിത്ത് ന്യൂ ഓർ ആൻറ്റി കൊറോസീവ് പൈപ്സ്. പഴയ പൈപ്സൊക്കെ മാറ്റിയിട്ട്, എഫിഷ്യൻ്റ് അല്ലാത്ത പൈപ്സിനെയൊക്കെ മാറ്റിയിട്ട് പുതിയ എഫിഷ്യൻ്റ് ആയുള്ള പൈപ്സിനെ റീപ്ലേസ് ചെയ്യുക. ആൻറ്റി കൊറോസീവ് പൈപ്സ് ആണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ്, ടൈറ്റൻ പൈപ്പ് കണക്ഷൻസ്. ലൂസായിട്ടുള്ള കണക്ഷൻ, പൈപ്സിൻ്റെയൊക്കെ കണക്ഷൻ നമ്മളൊന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. അതുവഴി എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വാട്ടർ സപ്ലൈ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഇൻസ്പെക്ഷൻ ഫോർ ബ്ലോക്കേജ് ആൻഡ് റിമൂവൽ ഓഫ് സെയിം ഇമീഡിയറ്റ്ലി. എവിടെയെങ്കിലും ഇപ്പോൾ കനാൽ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു പൈപ്പ് സിസ്റ്റത്തിലോ ഒരു ബ്ലോക്കേജ് ഉണ്ടായി, ഒന്നെങ്കിൽ ട്രീസിൻ്റെ റൂട്ട് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് സെഡിമെൻ്റ് ചെയ്തിട്ടാവാം. ഇത് കാരണം എന്താണ്, അവിടെ ഒരു ബ്ലോക്കേജാണ് ഉണ്ടാവുന്നത്. സോ ഇത് റിമൂവൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ഇൻസ്പെക്ഷൻ ആവശ്യമാണ്, ബ്ലോക്കേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഐ ഡിസ്കസ് അബൌട്ട് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് ഗ്യാസ് പൈപ്പ് ലൈൻസ്. എന്തൊക്കെ ആവശ്യകതകളാണ് ഒരു ഡൊമസ്റ്റിക് ഗ്യാസ് പൈപ്പ് ലൈൻ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവലംബിച്ചിരിക്കുന്നത്? ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. The piping system must be designed so that the gas meter provided by the gas suppliers can be properly located for the building of the owner or customers. അതായത് ഒരു സിസ്റ്റം ഇവിടെ ഡിസൈൻ ചെയ്യാണ്, ഒരു സപ്ലയേഴ്സാണ് ഈ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഗ്യാസ് സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. ആർക്കാണ് സപ്ലൈ ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഓണേഴ്സിനായിരിക്കാം, ബിൽഡിംഗ് ഓണേഴ്സിനായിരിക്കാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനായിരിക്കാം. അതിലെ മെയിൻ റിക്വയർമെൻറ്റ്സ് പോയിൻ്റ് വൈസ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പോയിൻ്റ്, ഗ്യാസ് പൈപ്പ് ഷുഡ് ബി ലൊക്കേറ്റഡ് സച്ച് ദാറ്റ് ദ ലൊക്കേഷൻ ഓഫ് ഐസൊലേഷൻ വാൽവ്സ് ഈസിലി ആക്സസിബിൾ ടു ദ യൂസർ ഫെസിലിറ്റേറ്റ് ലൈൻ ഐസൊലേഷൻ ഡ്യൂറിങ് എമർജൻസി. എന്തെങ്കിലും ഒരു എമർജൻസി കണ്ടീഷൻ വരികയാണെങ്കിൽ നമുക്കെന്താണ്, വാൽവ്സ് ക്ലോസ് ചെയ്യേണ്ടി വരും അല്ലേ, ആ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ആ വാൽവ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഐസൊലേഷൻ വാൽവ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമുക്ക് ഈസി ആയിട്ട് ആക്സസിബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഈച്ച് ഫ്ലോർ ഓർ സെലക്ഷൻ ഓഫ് എ ബിൽഡിംഗ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ആൻ ഐസൊലേഷൻ പോയിന്റ് ഇൻ കേസ് ഓഫ് ഫയറിംഗ് ഓർ ലീക്കേജ് ഓഫ് എനി ഓഫ് ദ സെക്ഷൻ. അപ്പോൾ എവിടെയെങ്കിലും ഒരു ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ
നമുക്കൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലൊക്കെയാണ് ഗ്യാസ് പൈപ്പ് ലൈൻസ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു സെൻട്രലൈസ്ഡ് ഐസൊലേഷൻ പോയിന്റ് ഫിക്സ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? എവിടെയെങ്കിലും ഫയറിങ്ങോ ലീക്കേജിങ്ങോ ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഗ്യാസ് പൈപ്പ് ഷുഡ് പ്രിഫറബിളി എൻ്റർ ടു ദി ബിൽഡിംഗ് എബോവ് ഗ്രൗണ്ട് ആൻഡ് റിമൈൻ ഇൻ ആൻ എബോവ് ഗ്രൗണ്ട് ആൻഡ് വെന്റിലേറ്റഡ് ലൊക്കേഷൻ. നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഗ്യാസ് പൈപ്പിനെ എൻട്രി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട പ്രിക്വേഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ എബോവ് ഗ്രൗണ്ട് ലെവലായിട്ട് വേണം നമുക്ക് ഗ്യാസ് പൈപ്പ് ലൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും പൈപ്പ് ലൈൻസ് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഒരു വെന്റിലേഷൻ ലൊക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. The last point is gas pipe should be properly painted and labeled for identification purpose. നമ്മൾ ഗ്യാസ് പൈപ്പ്സിനെ ഒരു ലേബൽ ചെയ്തിരിക്കണം. ഒരു റെഡ് പെയിൻ്റ് ഒക്കെ വെച്ച് ഗ്യാസ് പൈപ്പ് ലൈൻസ് കണക്ഷനെ കാണിക്കാറുണ്ടല്ലേ. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ഡേഞ്ചർ പൈപ്പ് ലൈൻ സിസ്റ്റം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പെട്ടെന്ന് എന്തെങ്കിലും സ്ക്രാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യുകയൊന്നും ചെയ്യാൻ പാടില്ല. സോ ദ ഐഡൻറ്റിഫിക്കേഷൻ മസ്റ്റ് ബി ഡൺ. ബിൽഡിങ്സിൽ ഇലക്ട്രിസിറ്റിയുടെ ഒരു സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റാളേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ എക്യുപ്മെൻ്റ് ആണ് പാനൽ ബോർഡ്. ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് ആൻ ഇലക്ട്രിസിറ്റി സപ്ലൈ സിസ്റ്റം that divides the electrical power feed into subsidiary circuit while providing a protective fuse or circuit breaker for each circuit in a common enclosure. അതിൻ്റെ ഒരു ഫിഗർ അവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതൊരു ബോക്സ് ലൈക്ക് സ്ട്രക്ചറാണ്. അതിൽ ഒരുപാട് സർക്യൂട്ട്സൊക്കെ എൻക്ലോഷർ ചെയ്തിരിക്കും. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ഫ്യൂസസ് ഉണ്ടാവും, ബ്രേക്കേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് അതിലടങ്ങിയിട്ടുണ്ട്. ഇതൊരു പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ്. നമ്മളെ ബിൽഡിങ്സിലൊക്കെ ഉള്ള ഒരു പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് പാനൽ ബോർഡ്സ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ബസ് ബാർസ്. ദ ബസ് ബാർ ഈസ് എ മെറ്റാലിക് സ്ട്രിപ്പ് ഓർ ബാർ typically housed inside switchgear, panel board and busway enclosure for local high power distribution. അതായത് പവർ ഡിസ്ട്രിബ്യൂഷന് യൂസ് ചെയ്യുന്ന സ്ട്രിപ്സിനെ പറയുന്ന പേരാണ് ബസ് ബാർസ്. നമ്മൾ പല സർക്യൂട്ട്സും കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ബസ് ബാർസിലായിരിക്കും. ഇലക്ട്രിക്കൽ റേസിംഗ് മെയിൻ. They are main electrical power cables that are installed in a multi-storied commercial buildings. Typically, in main power supply, cables will come into the building underground and will be accessible in the building through a specially built electrical rooms. ഇലക്ട്രിക്കൽ റേസിംഗ് മെയിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിനായിട്ട് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിലാണ്. അതുപോലെ തന്നെ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സിലൊക്കെയാണ് ഈ ഒരു റേസിംഗ് മെയിന് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ടുള്ള സപ്ലൈ ലൈൻസ് റീച്ച് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ റൂംസിലാണ്. ഇവിടെ നിന്നാണ് ബിൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് സപ്ലൈ പോകുന്നത്. ഈ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷനെ പറയുന്നതാണ് റൈസിംഗ് മെയിൻ എന്ന്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സ് which consist of bus bars and possible switches, fuse links and automatic bypass equipments. A number of branch circuit fed from one main circuit of wiring installation in a building. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് റൈറ്റ് സൈഡിൽ ബോട്ടം പോർഷനിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഫിഗർ, ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എങ്ങനെയാണെന്ന്. ഇവിടെ ബസ് ബാർസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ചസിൻ്റെയൊക്കെ യൂസേജ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്സിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസിലേക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇലക്ട്രിസിറ്റി സപ്ലൈ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ചസൊക്കെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് MCB. ഇറ്റ് ഈസ് എ ഓട്ടോമാറ്റിക് സ്വിച്ചസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഡ്യൂറിങ് എനി അബ്നോർമൽ കണ്ടീഷൻ ഇൻ ദ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്. ഇപ്പോൾ MCB പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു നെറ്റ്വർക്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ടിംഗ് സംഭവിച്ചാൽ ആ ബ്രേക്കർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. ഈ ഒരു സിസ്റ്റമാണ് MCBയിൽ വരുന്നത്. നെക്സ്റ്റ് ELCB. An earth leakage circuit breaker is a safety device in electrical installation.
ഇതൊരു എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറാണ്. മെയിനായിട്ട് എവിടെയെങ്കിലും സർക്യൂട്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഡിറ്റക്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഡൗൺ ആവും.